മനസ്സെ ശാന്തമാകൂ എന്ന ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. മാനസിക സമ്മർദ്ദം നമ്മളെ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇത് പ്രായമുള്ളവരിലാണെങ്കിലോ എൽഡർലി അല്ലെങ്കിൽ നമ്മുടെ 60+ ഒരു ഏജ് ഗ്രൂപ്പിൽ മാനസിക സമ്മർദ്ദം പലപ്പോഴും അവരെ ഒരുപാട് തളർത്തിക്കളയുന്നൊരു പ്രശ്നമാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അതെന്താണ് അതിൻ്റെ കാരണങ്ങൾ, നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രെസ്സ് ഒരു യങ്സ്റ്ററിൽ, ഒരു കുട്ടിയിലോ ഒരു അഡൽട്ട്ഹുഡിലോ യങ് അഡൽട്ടിലോ ഉള്ള പോലെ അല്ല ഒരു പ്രായമുള്ള ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗവും കടന്നു കഴിഞ്ഞു. ബാക്കിയുള്ള വർഷങ്ങളിൽ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരുപാട് സ്ട്രഗിൾസ് അതിൽ ഇൻവോൾവ് ആണ്. പ്രത്യേകിച്ചും ഒരു 60+ ഏജ് ഗ്രൂപ്പ് ആകുമ്പം പല ആൾക്കാരിലും ഏതെങ്കിലും ഒരു അസുഖം തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒന്നിൽ ഡയബറ്റിസ് മെലൈറ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, മിക്കവർക്കും തന്നെ ഹൈ കൊളസ്ട്രോളിന് മരുന്നുകൾ കഴിക്കുന്നവരാണ്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും സ്ട്രോക്ക് അഥവാ നമ്മുടെ തലച്ചോറിൽ രക്തസ്രാവം വന്ന് നമുക്ക് തളർവാദമോ അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതൊരു ഡിസബിലിറ്റി ആയിട്ട് നമുക്ക് മൊബിലിറ്റി ഇഷ്യൂസ്, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്ട്രെസ്സായിട്ടാണ് ഒരു എൽഡർലി ഒരു ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് അസുഖങ്ങളുണ്ട്. പാർക്കിൻസൺസ് ഡിസീസ്, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കേസസ് ഓഫ് ഡിമെൻഷ്യ, ആൽസൈമേഴ്സ് ഡിമെൻഷ്യ, മറവിയുടെ അസുഖം, വിറയലിൻ്റെ അസുഖം, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമ്മളിപ്പോൾ ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട് പ്രായമുള്ളവരിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. മറവിയുടെ അസുഖമുള്ളവർക്ക് പലപ്പോഴും അവരുടെ പേഴ്സണാലിറ്റി തന്നെ അവരല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടുവരുന്നുണ്ട്. ഇത് എല്ലാം പൊതുവായിട്ട് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പം ഒരു 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ, ഒരു 55 വയസ്സുള്ള ഒരാളാണെങ്കിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായാധിക്യം മൂലം വന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നെല്ലാം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. ഒരു അസുഖം വരുന്നതിന് മുമ്പ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒരു 40 ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നെ നമുക്ക് ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ക്രോണിക് ഡിസീസസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിനായിട്ടുള്ള റെഗുലർ ചെക്കപ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് രക്തത്തിൻ്റെ ചെക്കപ്പ് ആയിക്കോട്ടെ, ഇല്ല റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എക്സ്റേ, MRI, CT എന്താണ് എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകളിലാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് എക്സാം, മാമോഗ്രാം, അതുകൂടാണ്ട് അൾട്രാസൗണ്ട് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പ്രോസ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ നോക്കുക. സ്ത്രീകളിലാണെങ്കിൽ യൂട്ടറൈൻ പ്രൊലാപ്സ്, അതായത് നമ്മുടെ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കപ്പെടാറില്ല. അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, ഒരുപാട് ബാത്റൂമിൽ പോകേണ്ടി വരുന്നു, ചുമയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തുള്ളിയായി മൂത്രം പോകുന്നു. ഇതെല്ലാം ഒരു എൽഡർലിയിൽ വരുന്ന കുറേ സിംറ്റംസ് ആണ്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് റെഗുലറായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പല കാറ്റഗറിയിലുള്ള ആൾക്കാരും പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഡയബറ്റീസിലിരിക്കുന്നവർക്ക് നമ്മളൊരു 50+ ആകുമ്പോഴത്തേക്ക് ഫുൾ ഫ്ലെഡ്ജ് ഡയബറ്റീസ് ആയിട്ട് മാറുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പം കുട്ടിക്കാലം മുതൽ നമ്മൾ നമ്മൾ സ്ട്രെസ്സെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രായമാവുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ അനുഭവിക്കുക. ആ കോംപ്ലിക്കേഷൻസിന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തളർവാദം, സ്ട്രോക്ക് അഥവാ ഈ വിറയലിൻ്റെ അസുഖം, അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരിക, ക്യാൻസർ പോലുള്ള അസുഖങ്ങളെല്ലാം വരുന്നത്. അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് കോസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം എന്താണെന്ന് തിരിച്ചറിയണം. ഇനി കാരണം തിരിച്ചറിഞ്ഞാലോ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? ഒരിക്കലുമില്ല. കാരണം മരുന്ന് കഴിക്കുന്നത് മൂലം ഒരുപക്ഷെ നമുക്ക് അപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. പക്ഷേ ഇതിൻ്റെ കുറേ റൂട്ട് കോസ് ഉണ്ട്, കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഡയബറ്റിസ് വരണമെങ്കിൽ അയാളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അന്നജം ദഹിപ്പിച്ച് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിൽ തകരാറ് മൂലമാണ് പലപ്പോഴും ഡയബറ്റിസ് ഉണ്ടാവുക. അപ്പം പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിസ് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിൻ്റെ അഭാവമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള കുറേ ജീവിതശൈലി ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന രീതി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ
സാധാരണ നമ്മുടെ വീടുകളിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമ്മൾ അപ്പം, മുട്ടക്കറി, അല്ലെങ്കിൽ പുട്ട്, കടല, അല്ലെങ്കിൽ ഇടിയപ്പം, സ്റ്റൂ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതിന് ഒരു സീക്വൻസ് ഉണ്ട്. നമ്മൾ ആദ്യം കഴിക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കേണ്ടത്. അതുമൂലം നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ സ്പൈക്സ്, അതായത് കഴിച്ചു കഴിഞ്ഞാൽ ഈ അന്നജം വയറിൽ ചെന്ന് ആമാശയത്തിൽ നിന്നും കുടലിൽ നിന്നുമെല്ലാം ഇത് വലിച്ചെടുത്ത്, ആമാശയത്തിലല്ല, അന്നജമാണെങ്കിൽ കുടലിലാണ് അതിൻ്റെ ഡൈജഷൻ നടക്കുക. അപ്പോൾ അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന അവസരത്തിൽ ഇത് രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നു. അത് പെട്ടെന്ന് കൂടാതിരിക്കാൻ ഇതിൽ ഭക്ഷണത്തിൽ ഒരുപാട് നാര് വേണം. പക്ഷേ എൽഡർലി പോപ്പുലേഷൻ, പ്രായമുള്ളവർക്ക് നാര് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള എൻസൈംസ്, ഇപ്പം അമൈലേസസ്, പ്രോട്ടിയേസസ്, ലൈപ്പേസസ് എന്നൊക്കെ പറഞ്ഞ് എൻസൈംസ് ഉണ്ട്. പ്രായമുള്ളവരിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല്ല് ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം പല ഭക്ഷണങ്ങളിലും അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പല ആൾക്കാർക്കും ഇച്ചിരി നല്ലോണം വേവിച്ച് അല്ലെങ്കിൽ ലിക്വിഡ് പരുവത്തിൽ മിക്സിയിൽ അടിച്ചിട്ടൊക്കെ കഴിക്കേണ്ട അവസ്ഥ വരുന്ന നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അതുമൂലം തന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കണ്ടൻറ്റ് കുറയുന്നു. ഫൈബർ തന്നെ 2 തരമുണ്ട്, ഇൻസോലുബിൾ ഫൈബറും സോലുബിൾ ഫൈബറും. ഇൻസോലുബിൾ ഫൈബർ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഈ മുരിങ്ങ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കുള്ള നാര് നമ്മൾ കാണുന്നില്ലേ, മാങ്ങയിലൊക്കെ ഉള്ള നാര്, അതെല്ലാം ഇൻസോലുബിൾ ഫൈബർ. അതെന്തായാലും നമുക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അത് നമ്മുടെ ഭക്ഷണത്തിൽ വേണം. എന്തിനാണ്? നമ്മുടെ ഗ്ലൂക്കോസിനെ, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്ന സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഈ ഫൈബർ വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല എൽഡർലിയിൽ, പ്രായമുള്ളവരിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. ഭക്ഷണം കഴിക്കുമ്പം മലം പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ ആ മൂവ്മെൻറ്റ്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ, ഭക്ഷണം പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ഫൈബർ കണ്ടൻറ്റ് വേണം. അതുകൂടാണ്ട് ദഹനപ്രക്രിയ നടക്കാനുള്ള ബേസിക് ന്യൂട്രിയൻസ്, പോഷകാംശങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ബാക്ടീരിയകളും, ഇന്ന് നമ്മൾ കണ്ടുന്ന ലാക്ടോബാസിലസ് എന്നുള്ള ബാക്ടീരിയം, ബിഫിഡോ ബാക്ടീരിയം, ഒരുപാട് സെക്കാറോമൈസസ് പറഞ്ഞ ഈസ്റ്റ്, ഇതെല്ലാം നമ്മുടെ ദഹനപ്രക്രിയനെ ബെറ്റർ ആക്കുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഗട്ട് മൈക്രോബയോം എന്ന് പറയും. അപ്പോൾ ഇവയുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം. അതിന് നല്ല ഒരെണ്ണമാണ് തൈര്, പച്ചമോര്. ഇതെല്ലാം നമുക്ക് നമ്മുടെ നോർമൽ റുട്ടീനിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ദഹനപ്രക്രിയനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ദഹനപ്രക്രിയ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ പോഷകാംശം ബെറ്റർ ആകുന്നു, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവും അതുമൂലം ബെറ്റർ ആകുന്നു. മിക്ക പ്രായമുള്ളവരിലും ഉള്ളൊരു മേജർ പ്രശ്നമാണ് വിഷാദം അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലേ? കാരണം ജീവിതം ഏകദേശം കഴിഞ്ഞു, റിട്ടയർമെൻറ്റൊക്കെ ആയി. അപ്പോൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷനുണ്ട്. കാരണം എൻഗേജ്ഡ് അല്ല, നമ്മുടെ ജീവിതത്തിലൊരു പേർപ്പസ് ഇല്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. വെറുതെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് കൂടുതലായിട്ട് എനിക്ക് വരുമോ, ഇനി വന്നിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസും പരിമിതികളും, ഫിസിക്കൽ പരിമിതികളും ഒരുപാടുണ്ടാകും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഭക്ഷണത്തിനുള്ള കുറച്ച് ചേഞ്ചസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന ഈ ബാക്ടീരിയകൾക്ക് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വയറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററും നമ്മുടെ ഗട്ടിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ കുടലിനകത്ത് ഉണ്ടാക്കുന്ന ഈ പല കെമിക്കൽസും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ വിഷാദം വരാതിരിക്കാനായിട്ട്, ടെൻഷൻ, ആങ്സൈറ്റി ഇതെല്ലാം കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഈ കണ്ടൻറ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി പലവരിലും പ്രായമുള്ളവർ ഡെഫിഷ്യൻ്റ് ആണ്. പലപ്പോഴും മൊബിലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വെയിൽ കൊള്ളാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയുന്നു. ഒട്ടുമിക്ക പേരെങ്കിലും മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റിയിട്ട് കഴിക്കുന്ന കൊളസ്ട്രോൾ കൂടുമെന്ന് പേടിച്ചിട്ട്. അപ്പം ഒരുപാട് ന്യൂട്രിയൻസ് മഞ്ഞക്കരുവിലാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു ജീവനെ നിലനിർത്താനുള്ള അത്രയും പോഷകാംശം മഞ്ഞക്കരുവിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി അങ്ങനത്തെ പല എസെൻഷ്യൽ ന്യൂട്രിയൻസും കുറഞ്ഞു വരുന്നു, ഡെഫിഷ്യൻ്റ് ആകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ഡി ലെവൽസ് ചെക്ക് ചെയ്ത് അത് നോർമലാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. കാരണം ഇത് നമ്മൾ നോക്കിയില്ലെങ്കിൽ പ്രായമുള്ളവരിൽ ഇത് ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലിൻ്റെ കട്ടി കുറയാനും ഫ്രാക്ചർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആക്റ്റീവാണ്, നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും ബാലൻസ് കുറേയൊക്കെ മെയിൻറ്റെയിൻഡ് ആയി പോകുന്നു. പക്ഷേ കുറച്ച് പ്രായമുള്ളവരിലാണെങ്കിൽ ഇതിൻ്റെ അഭാവം, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ ബോൺ ഡീമിനറലൈസേഷൻ, അതായത് നമ്മുടെ എല്ലിൽ നിന്നുള്ള
പല ന്യൂട്രിയൻസും രക്തത്തിലേക്ക് വരികയും നമ്മുടെ എല്ലിൻ്റെ കട്ടി കുറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ പലരിലും, നമ്മുടെ അച്ഛനമ്മമാരിൽ പലരിലും, നമ്മുടെ പ്രായമുള്ള ഒരുപാട് ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്ന കോമൺ പ്രോബ്ലമാണ്, എസ്പെഷ്യലി ഹിപ്പ് ഫ്രാക്ചർ അല്ലേ. അപ്പോൾ കിടപ്പിലായി പോകുന്നു. അത് വീണ്ടും ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം എല്ലാത്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഫൈബർ ചിലപ്പോൾ എല്ലാവർക്കും ദഹിപ്പിക്കാൻ പറ്റില്ല, ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിക്കണം. പക്ഷേ ഫൈബർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം തന്നെ പ്രോബയോട്ടിക്സ്. മൂന്നാമത്തെ കാര്യം ആവശ്യത്തിന് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ. പിന്നെ മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉറക്കം വരാനും നമ്മുടെ മാംസപേശികളുടെ ചലനത്തിന്, നമ്മുടെ ഓവറോൾ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മഗ്നീഷ്യം ആവശ്യത്തിന് ഭക്ഷണത്തിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നട്ട്സ് മഗ്നീഷ്യത്തിന് നല്ലൊരു സോഴ്സാണ്. പഴം ശരിക്കും പറഞ്ഞാൽ മഗ്നീഷ്യത്തിന് നല്ലൊരു സോഴ്സാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഡെഫിനറ്റായിട്ടും ഉൾപ്പെടുത്തണം. ഇനി ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുള്ളവർ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിനെ അഡിയർ ചെയ്യുന്നത്, അത്രോസ്ക്ലീറോസിസ്, ഇങ്ങനത്തെ കുറേ കണ്ടീഷനുള്ളവരുണ്ട്. അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ ഈ രക്തം കട്ട പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുള്ളവർക്കാണ് പലപ്പോഴും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, കുറേ കാലമായിട്ട് ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ, ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ, കൊഴുപ്പ് രക്തത്തിൽ കൂടുതലുള്ളവർ, ഇവർക്കെല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനും സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഈ ക്രമീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. രണ്ടാമത് കുറച്ചെങ്കിലും നമ്മൾ എക്സസൈസ്. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കും, എങ്ങനെ എക്സസൈസ് ചെയ്യും, നടക്കാൻ പോലും പറ്റാത്ത ആൾക്കാർ എങ്ങനെ എക്സസൈസ് ചെയ്യും? കട്ടിലേക്ക് കിടന്നുകൊണ്ടുള്ള നമുക്ക് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് പ്രാക്ടീസസ് ഉണ്ട്, മെഡിക്കൽ യോഗ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, തെറപ്യൂട്ടിക് പ്രോട്ടോക്കോൾ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കസേരയിലിരുന്നു കൊണ്ടോ ബെഡ് റിഡൺ ആയിട്ടുള്ള മലന്ന് കിടക്കുന്ന, അതായത് ഒട്ടും ചലനമില്ലാത്തവർക്ക് പോലും കുറേയൊക്കെ നമുക്ക് പാസീവ് എക്സസൈസസ് കൊടുത്ത് ശരീരത്തിൻ്റെ രക്തഓട്ടം കൂട്ടാനും ഈ ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നാലാമത് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓൾഡ് ഏജിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ, കാലാകാലങ്ങളായിട്ട് നമ്മളുള്ള അസുഖങ്ങളും അതിൻ്റെ മരുന്നുകൾ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ കാലുകൾ, കൈകാലുകൾ മരവിക്കുക, അല്ലെങ്കിൽ കണ്ണിന് റെറ്റിനോപ്പത്തി അല്ലെങ്കിൽ നെഫ്രോപ്പത്തി, നമ്മുടെ കരളിനെ ബാധിക്കുന്നു, വൃക്കകളെ ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നൊരു അവസരം കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതശൈലിയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം കുറച്ച് നമ്മൾ ഭക്ഷണം ശ്രദ്ധിച്ച് ന്യൂട്രിയൻസ് നമ്മൾ പോഷകം ആവശ്യത്തിന് എടുക്കുന്നുണ്ടോ നോക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇനി സെക്കൻഡ് തിങ് ഞാൻ പറഞ്ഞു നേരത്തെ, എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബോൺ ഡീമിനറലൈസേഷൻ, നമ്മുടെ ബോൺസിൽ നിന്നുള്ള മിനറൽസ് കുറയുന്നതും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്, പല പ്രായമുള്ള ആൾക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അവർ ലോൺലിയാണ്, അവർ തനിച്ചാണ്. പല കാര്യങ്ങൾക്കും വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈവൻ ഒരു മറവിയുടെ അസുഖം ഇല്ലാത്ത ഒരാൾക്ക് പോലും ഒരു പക്ഷേ ഒരു ബ്രെയിൻ ഫോഗ്, അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ, ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മുടെ ബ്രെയിനെ എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കാനായിട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, കോർഡിനേഷൻ എക്സസൈസസ്, വലതുവശത്തെയും ഇടതുവശത്തെയും ഓൾട്ടർനേറ്റ് ചെയ്ത് കുറച്ച് എക്സസൈസസ് നമ്മൾ ചെയ്യണം. അത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം, സിമ്പിളായിട്ടുള്ള ടാസ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പേഷ്യൻസിനെ പലപ്പോഴും ട്രെയിൻ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പസിൽസ് ചെയ്യുക. പസിൽസ് ചെയ്യുന്ന സുഡോക്കു, ക്രോസ് വേർഡ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുക, പുതിയൊരു ഹോബി ചൂസ് ചെയ്യുക. ഇതൊക്കെ പുതിയ അറിവുകൾ നമ്മൾ നേടാൻ നോക്കുക. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ കുറച്ചുകൂടെ നമ്മൾ ആക്റ്റീവായിട്ടും പുതിയ ബ്രെയിൻ പാത്വേസ് ഉണ്ടാക്കാനായിട്ടും നമുക്ക് സഹായിക്കും. ഇറ്റ്സ് കോൾഡ് ഇൻ എ വേ കോൾഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഇനി വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പലപ്പോഴും പ്രായമുള്ളവരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് അല്ലേ. കാരണം ഹോസ്പിറ്റൽ ബിൽസ് ഉണ്ട്, നമുക്ക് എല്ലാ മാസവും ഇത്ര തുക നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് മാറ്റി വെക്കേണ്ടി, മരുന്ന് വാങ്ങണം, ടെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട്, അതായത് ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ക്ലിനിക്കിൽ പലപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യുന്നൊരു കാര്യമാണ് ഡയബറ്റീസ് ഉള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇൻപുട്ടും അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി വരികയാണെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു ഇഫക്റ്റ്, ഒരു ഹെൽപ്പ് ലഭിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രായമുള്ളവരിൽ മൂത്രാശയത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് വളരെ കോമൺ ആണ്. കാരണം പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് വലുതാകുന്നു, അതുകൊണ്ട് മൂത്രം പോകാനുള്ള തടസ്സം. സ്ത്രീകളിലാണെങ്കിൽ പ്രസവത്തിൻ്റെ ഒരു അനന്തര ഭാഗമായിട്ട്, വെജൈനൽ ഡെലിവറിയുടെ അനന്തരമായിട്ട് ഒരു
യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം താഴേക്ക് വരുന്നു. ഇതെല്ലാം മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ പ്രതിരോധത്തിൽ ബിൽഡ് ചെയ്ത് നിർത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടിരുന്നു ഏറ്റവും കൂടുതൽ ന്യൂമോണിയ കേസസും വന്നത് ഈ ക്രോണിക് അസുഖമുള്ളവർക്ക്, ഈ എൽഡർലി പോപ്പുലേഷനൊക്കെ ആയിരുന്നു ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ പ്രതിരോധത്തെ നല്ല പരിപോഷിപ്പിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എടുത്ത് പറയേണ്ടത് തന്നെ നമ്മുടെ ഈ ചീര വർഗ്ഗത്തിലെ വെജിറ്റബിൾസ് ആണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, അതായത് ചീര അങ്ങനത്തെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അതെല്ലാം ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ പരിപോഷിപ്പിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിട്ട് അത് ആക്ട് ചെയ്യും. സവാള, പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാബേജ്, കോളിഫ്ലവർ, കേൽ എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട്. അതുപോലെ ബ്രസൽ സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാബേജ് പോലത്തെ ഒരു വെജിറ്റബിൾ ഉണ്ട്. ഇതെല്ലാം നമ്മളെ ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിരന്തരം അസുഖം വരാതിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ജലദോഷം, പനി, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതെല്ലാം വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതും ഒരു മേജർ സ്ട്രെസ് ഫാക്ടറാണ്. ഇനി വേറൊരു സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ ലോൺലിനെസ്. എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എന്നെ നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ച് ഇവിടെ കിടന്നാൽ എന്താവും എൻ്റെ അവസ്ഥ എന്നൊക്കെ ഒരുപാട് ആങ്സൈറ്റി, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ള കുറേ വിഷമങ്ങൾ, ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എൻ്റെ നല്ല കാലത്ത് ഞാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളൊരു ഗിൽറ്റ്, ഇതെല്ലാം ഒരു എൽഡർലി പോപ്പുലേഷനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അവരെ എത്തിച്ചേർക്കുന്നതും ഒരു വിഷാദ രോഗത്തിലേക്കോ അല്ലെങ്കിൽ ഉറക്കക്കുറവിലേക്കോ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്കൊക്കെയാണ്. സിവിയർ കേസസിൽ ഒരു പക്ഷേ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ മൈൽഡ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, അതിപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ആയിക്കോട്ടെ, നമ്മളൊരു വാട്സപ്പ് വഴി ആയിക്കോട്ടെ, ഒരു ഇൻട്രാക്ഷൻ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. പക്ഷേ അത് നമ്മൾ വെർച്വലായിട്ട്, അതായത് നമുക്ക് ഒരു ഗൂഗിൾ മീറ്റ് കൂടെ ഒരാൾക്ക് കയറാൻ പറ്റുവാണെങ്കിൽ അവർക്കും കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലേ? ഫിസിക്കലി അവിടെ എത്താൻ പറ്റാത്തവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ചൊരു പ്രായം കൂടുതലുള്ളൊരു പോപ്പുലേഷനിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഡ്രൈവറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു സോഷ്യൽ ആക്ടിവിറ്റിക്ക് വരാനായിട്ട്. അപ്പം അതിനെല്ലാം വേണ്ടുന്ന നമ്മൾ അവർക്ക് ലൈഫ് ഈസി ആക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന നമ്മളൊരു സോഷ്യൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെർച്വലി, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ എടുക്കണം. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ എൽഡർലി പോപ്പുലേഷൻ വളരെ ഹൈ ആണ്. പല ആൾക്കാരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ വന്ന് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത്. NRIs ആയിക്കോട്ടെ, നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പല കുട്ടികളും പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ട് അവിടെ സെറ്റിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മ ഇവിടെ തനിച്ചാവും. ഇനി ഒരു പാർട്ട്ണറിൻ്റെ ഡെത്ത്, ഒരു സ്പൗസിൻ്റെ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ തനിച്ചാവുന്ന അവസ്ഥ. അപ്പം നമ്മുടെ നാട്ടിൽ ഇനിയും ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെ പുതിയതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ് നമ്മൾ എൻകറേജ് ചെയ്യണം. ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ അതിനെ കാണണ്ട. ഇപ്പം ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇച്ചിരി പ്രായമുള്ളവരെല്ലാം ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ അവർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റി, രക്തം പരിശോധിക്കാനുള്ള ഫെസിലിറ്റി, ഡോക്ടറിൻ്റെ സേവനങ്ങൾ, അതേപോലെ തന്നെ ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ഫെസിലിറ്റിക്കകത്ത് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കുറച്ച് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പെട്ടെന്നൊരു എമർജൻസി ഉണ്ടെങ്കിൽ ആംബുലൻസ് എത്താവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൽഡർലിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഫെസിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എത്ര പെട്ടെന്ന് നമുക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാമോ അത്രയും നല്ലത്. ഇതിനും ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ ഇതൊക്കെ നമുക്ക് അവർക്ക് മാനസിക പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ പരിഹരിച്ചു പോകാം? അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പം മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ്, എൻ്റെ ക്ലിനിക്കിലാണെങ്കിൽ ഞാൻ പലപ്പോഴും മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ് സെഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സെഷൻസിൽ നമ്മൾ എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നു. അതിനുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസും അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കണ്ടക്ട് ചെയ്യാറുണ്ട്. സെക്കൻഡ്, ഈ പറഞ്ഞ ക്രോണിക് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി പ്രശ്നങ്ങൾക്കുള്ള
ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഒരുപക്ഷെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടാവാം, പക്ഷെ അതിനോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെ ചെയ്യണം, അതവിടെ എത്തിച്ചു കൊടുക്കുക, അതിനെ സിംപ്ലിഫൈ ചെയ്യുക അല്ലേ. പലപ്പോഴും നമുക്ക് ഒരുപാട് ഡയറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഒരുപാട് നമ്മൾ ചേഞ്ചസ് വരുത്തണം. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവരെ എംപവർ ചെയ്യുക, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. അപ്പോൾ ന്യൂട്രീഷണൽ മെഡിസിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക. അപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ തന്നെ ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട്, ബാക്കിയുള്ളവർ എന്ത് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചെന്നുള്ള ഒരു ഡിസ്കഷനും ആവും, അതിൽ എൻഗേജ് ചെയ്യാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞങ്ങളുടെ ക്ലിനിക്കിൽ വേറെ ഒന്നും നമ്മൾ ചെയ്യാറെന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻസ് ഉള്ള ഡിസീസസ്, ഫോർ എക്സാമ്പിൾ മൈൽഡായിട്ടുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ, ഉറക്കക്കുറവ്, ഇതിനെല്ലാം ക്ലിനിക്കൽ അക്യുപങ്ക്ചർ അത് വളരെ ഇഫക്റ്റീവാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ പലരും കണ്ടുവരുന്ന വെച്ചാൽ അക്യുപങ്ക്ചറിൻ്റെ ഒരു മോശ പേരാണ്. കാരണം അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ പലരും ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, നമ്മുടെ ആയുർവേദത്തെ പോലെ തന്നെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഉറക്കക്കുറവ് ഇതെല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും മരുന്നുകളില്ലാതെ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചും വളരെ എഫിഷ്യൻ്റാണ്, അത് നല്ലതുമാണ്, സിമ്പിളാണ്, അതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലതാനും. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇതിനും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് മെഡിക്കൽ യോഗ പ്രാക്ടീസസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ചിന്തിക്കും, അയ്യോ എനിക്ക് ഇത്രയും പ്രായമായി, എൻ്റെ മുട്ടൊന്നും വയ്യ, എനിക്ക് നടക്കാൻ പോലും വയ്യ, ഞാൻ എങ്ങനെ യോഗ ചെയ്യും? അപ്പോൾ യോഗേനെ പറ്റി ആൾക്കാർ വിചാരിക്കുന്ന എന്തോ ഒരു വലിയ ശീർഷാസനത്തിലോ അല്ലെങ്കിൽ വളരെ വിയേർഡായിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നാലേ യോഗയാവുള്ളൂ എന്ന്. അതല്ല, സിമ്പിൾ ബ്രീതിങ് ടെക്നീക്സ്, ശ്വസനക്രിയകൾ, റിലാക്സേഷൻ ടെക്നീക്സ്, നമ്മൾ കട്ടിലേക്ക് കടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ മനസ്സിനെ ശാന്തമാക്കുന്ന ടെക്നീക്സ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബെഡ്റിഡനായിട്ട് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഗവേഷണത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് വഴി അവരുടെ മൊബിലിറ്റി, അവരുടെ ചലനശേഷി കൂട്ടുകയും അവരെ സ്വയം സെൽഫ് റിലയൻ്റ് ആക്കുകയും ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ഇവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, അതായത് നമ്മൾ മരുന്ന് കഴിക്കുന്ന മാത്രമല്ല, ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ഭക്ഷണത്തിന് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഇനി ഡിസബിലിറ്റി ഉണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട്, പെയിൻ എന്ന് പറയുന്ന വലിയൊരു കോംപ്ലിക്കേഷനാണ് ഈ ഒരു എൽഡർലി ഏജ് ഗ്രൂപ്പിന്. അത് തന്നെ ഒരു വലിയ സ്ട്രെസ് ഫാക്ടറാണ്. എന്നും എഴുന്നേൽക്കുമ്പോൾ മുട്ടുവേദന, നടുവേദന. അപ്പോൾ അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. വേദന മാറ്റി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് മൊബിലിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന് അതെല്ലാം ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ റീഹാബിലിറ്റേഷന് ഒരുപാട് ഊന്നൽ കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം ഒരു സ്ട്രോക്ക് വന്നാലും ശരി, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാലും ശരി, ഏതൊരു ക്രോണിക് അസുഖത്തിനും നമുക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് അപ്രോച്ച് ചെയ്ത് അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫേർദർ കോംപ്ലിക്കേഷൻ, വീണ്ടും ഈ അസുഖം മോശമാവാതിരിക്കാനും നമ്മുടെ ആക്ടിവിറ്റിയും ഫങ്ഷണാലിറ്റിയും നമുക്ക് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് കംഫർട്ടബിളായിട്ടും സന്തോഷമായിട്ടും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെ നമ്മുടെ വേഷവിധാനത്തിലെല്ലാം നമ്മൾ കോപ്പി ചെയ്യും അല്ലേ. പക്ഷേ നമ്മൾ കോപ്പി ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിൽ, വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ തനിച്ചുള്ള ആൾക്കാർക്ക് യങ്സ്റ്റേഴ്സ് അല്ലേ 1 മണിക്കൂറത്തേക്ക് അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും. അപ്പോൾ നമ്മുടെ കോളേജ് കുട്ടികളൊക്കെ ഫ്രീ ആണ്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കൊരു സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമുക്കിതൊക്കെ അവരെ എൻകറേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. അത് കൂടാണ്ട് തനിച്ച് താമസിക്കുന്നവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ്, ചിലപ്പോൾ അവരുടെ അടുത്തൊന്ന് കുശലം ചോദിക്കാനായിരിക്കും. അപ്പോഴായിരിക്കും അവരുടെ വിസ്ഡത്തിൻ്റെ, അവരുടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് അനുഭവങ്ങളുടെ ഒരു വിസ്ഡം അവർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും ആവശ്യം നമുക്കുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട്. ഇന്ന് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് നമ്മുടെ സമൂഹം. അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് ഈ അനുഭവ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സൊസൈറ്റി ലെവലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. പിന്നെ ഇതിനെല്ലാം അഡീഷണലായിട്ട് പെറ്റ് തെറാപ്പി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പെറ്റ്സിനെ നിർത്തുക എന്നുള്ളത്. പക്ഷേ എൽഡർലിക്ക് പിന്നെ പെറ്റ്സിനെ നോക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പെറ്റ് ക്ലിനിക്സ് ഈ എൽഡർലിക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഈ പെറ്റ്സിൻ്റെ അടുത്തൊക്കെ ഒരു ഇൻട്രാക്ട് ചെയ്യാനും, ബിക്കോസ് അവരുടെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലേ.
അപ്പോൾ അതും വളരെ ഒരു പോസിറ്റീവായിട്ട്, ഒരു മെൻ്റലി പോസിറ്റീവായിട്ട് അവരെ ഇമ്പാക്റ്റ് ചെയ്യാനും ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെക്കാം. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള പ്രായമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. താങ്ക് യു.